ഇന്ന് അഖിൽമാർ ഒരു കോമഡി പീസ് അല്ലെങ്കിൽ കോമാളി പീസായി മാറിയിരിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, എക്കാലവും എന്താ പറയുക, ആൾക്കാരെ എക്കാലവും പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രാവശ്യമല്ലേ ചക്ക വീണ് മുയിൽ ചാകത്തുള്ളൂ. എക്കാലവും അങ്ങനെ ചാകാൻ പറ്റില്ല. ഒരു പറ്റം സെലിബ്രിറ്റികൾ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു 60% സെലിബ്രിറ്റികളും ഇതെന്തോ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ അവരുടെ സീരിയലോ അല്ലെങ്കിൽ അവരുടെ ബിഗ് ബോസോ സിനിമയോ എന്തോ എന്ന രീതിയിലാണ് പ്രചരണത്തിനിറങ്ങി നടന്നത്. അവരെത്രമാത്രം ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അക്കൂട്ടത്തിൽ ഒരുവൻ കൂടിയാണ് ഈ അഖിൽമാരാരെന്ന് പറയട്ടെ. അദ്ദേഹം ആ ലാസ്റ്റത്തെ പ്രചാരണ വേളയിൽ കാണിച്ച കോമാളത്തിലൊക്കെ അദ്ദേഹം എന്താണ് ധരിച്ചിരിക്കുന്നത്? ഏഷ്യാനെറ്റിന്റെ അവാർഡ് നിശ്ചയമായിട്ടാണോ അദ്ദേഹം രാഷ്ട്രീയ പ്രചാരണത്തെ കണ്ടിരിക്കുന്നത്? പണ്ടൊരാൾ എന്നോട് പറഞ്ഞതാണ്, ആരോ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, പ്രസവം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം എന്ന് പറയുന്നത് പുരുഷൻ ഉന്മാദവും സ്ത്രീക്ക് വേദനയുമാണ് എന്നുള്ളത്. ദ റിയാലിറ്റി ബൈ ഷാരികയുടെ പുതിയ സെഗ്മെന്റായ ദ റിയാലിറ്റി റിയാക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മുൻ ബിഗ് ബോസ് താരമായ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഒരുപാട് മുൻ ബിഗ് ബോസ് താരങ്ങളുണ്ട്. ഞാനൊരു ബിഗ് ബോസ് മുൻ കണ്ടസ്റ്റൻ്റാണ്, താരമൊന്നുമല്ല കേട്ടോ. ആരായിരിക്കും അതെന്ന് എനിക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ തിരക്കുകൾക്കിടയിൽ എനിക്ക് ഇത് കുറച്ച് ദിവസങ്ങളായത് ഇപ്പോൾ ഇറങ്ങിയിട്ട്, പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു വർത്തമാനം പറയാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും പറയാതെ പോയാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? ഞാൻ പറയാൻ പോകുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ അഖിൽ മാരാർ. താൻ എന്തൊക്കെയോ ആണ്, താൻ ആരൊക്കെയോ ആണ്, എനിക്കെല്ലാവരും പുല്ലാണ്, ഞാനും എൻ്റെ ആളും എന്ന രീതിയിൽ വിരാജിച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ. പക്ഷേ വായിലെ നാക്കുകൊണ്ട് അദ്ദേഹത്തെ അടപടലം, ആ വാക്ക് ഞാനിവിടെ പറയുന്നില്ല, സത്യം പറഞ്ഞാൽ അങ്ങനെ ആയി പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിധി. ഇപ്പോൾ ജനപ്രതിനിധിയായിട്ട് മത്സരിക്കാൻ നിന്നിട്ട് പോലും ഒരു കോമാളി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജനങ്ങളുടെ പോലും ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അഖിൽമാരാർ. അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഓരോരോ വിടലത്തരങ്ങളും. തീർച്ചയായിട്ടും എനിക്ക് സങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ബിഗ് ബോസ് സീസൺ 5 പങ്കെടുക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. ഞാൻ ആ സീസൺ 5 വലിയ ആരാധികയോ അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരാളല്ല, 1-2 ശകലങ്ങൾ കണ്ടെങ്കിലായി. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ലൈവിൽ വന്നിരുന്നു കൊണ്ടും ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ടും ആൾക്കാരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. അക്കൂട്ടത്തിൽ വാചാലനായി താൻ ഒരുപാട് നല്ല രീതിയിൽ മലയാളം സംസാരിക്കുമെന്ന ആ ഒരു ഭാവത്തിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയും പിന്നെ ഏതാണ്ട് ജനറൽ നോളജുകൾ മുഴുവൻ കലക്കി കുടിച്ചു. പിന്നെ ചിലപ്പോഴൊക്കെ അദ്ദേഹം ഇന്ന് പറയുന്നേക്കാം, ചരിത്രം പഠിക്കണം, നിങ്ങൾ ചരിത്രം പഠിക്കണം എന്നൊക്കെ. അപ്പോൾ ചരിത്രത്തെക്കുറിച്ചും അരച്ച് കലക്കി പഠിച്ച എന്നൊരാളെന്ന നിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടും ഞാനും അദ്ദേഹത്തിൻ്റെ എളിയ ഒരു ആരാധികയായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 3 വർഷങ്ങൾക്ക് മുൻപ്. എന്നാൽ അത് പാടെ മാറി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് സ്ഥിരതയില്ലാതായി മാറിയിരുന്നു. അദ്ദേഹം ആ സ്ഥിരതയില്ലാതാണ് മിക്കപ്പോഴും പല കാര്യങ്ങളും വിളിച്ചു പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം ചെയ്യുന്ന പലതിനെതിരെയും പറഞ്ഞു തുടങ്ങി. സർക്കാരിനെതിരെ പറഞ്ഞപ്പം ജനങ്ങൾ അദ്ദേഹത്തെ അഖിൽമാരാർ അഖിൽമാരൻ ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ഫാൻ ഗ്രൂപ്പ് ഒന്ന് നമ്മളെ അങ്ങോട്ട് പൊരിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു മിസ്റ്റർ അഖിൽമാരാർക്ക്. പക്ഷേ അതെല്ലാം പാടെ മാറിപ്പോയി. ഇന്ന് അഖിൽമാരാർ ഒരു കോമഡി പീസ് അല്ലെങ്കിൽ കോമാളി പീസായി മാറിയിരിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, എക്കാലവും എന്താ പറയുക, ആൾക്കാരെ എക്കാലവും പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഒരു പ്രാവശ്യമല്ലേ ചക്ക വീണ് മുയിൽ ചാകത്തുള്ളൂ. എക്കാലവും അങ്ങനെ ചാകാൻ പറ്റില്ല. ഒരിക്കലല്ലേ മുയലച്ചൻ ഉറങ്ങിപ്പോയത് കൊണ്ട് ആമ ജയിച്ചുള്ളൂ. അത് തന്നെയാണ് അഖിൽമാരുടെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ, ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അഖിൽമാരാരുടെ സുഖപ്രസവങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം ഇറക്കി അദ്ദേഹത്തിൻ്റെ ജനങ്ങളിട്ട് തൂക്കി അടിച്ച് മേളിക്കൊണ്ടിട്ടിരിക്കുകയാണ്. എയറിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. ആ ഒരു വിഷയത്തിൽ പലരും പ്രൊഫഷണൽസ്, ആശുപത്രി ജീവനക്കാർ, ഡോക്ടർമാർ, നേഴ്സുമാർ, വീട്ടമ്മമാർ, വ്ളോഗേഴ്സ്, അങ്ങനെ എന്ന് വേണ്ട സകല ആൾക്കാരും അദ്ദേഹത്തെ പറഞ്ഞതിനെ കുറിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിൽ അതിന് കൊടുക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം ജനപ്രതിനിധിയിൽ കാണിച്ച കോമാളിത്തരം, അതായത് ഒരു പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ, സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് പല എതിർപ്പുകളും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലും എനിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ടൊന്ന് മത്സരിച്ചപ്പോൾ കുറച്ചുകൂടെ മെച്യൂരിറ്റി കാണിക്കുമെന്ന് നമ്മൾ കരുതിയത്. പക്ഷേ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ പലരും ഇമ്മച്യൂർ ആയിട്ട്, അതായത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള പലരും കാൻഡിഡേറ്റ് ആയിട്ട് വന്ന് കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് കണ്ട് മനമടുത്തിരിക്കുന്ന മലയാളികളാണ് നമ്മൾ. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ പലരും കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചിരുന്നു സെലിബ്രിറ്റി ഭാഗത്തു നിന്ന്. ആരുടെ പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ അവരിൽ പലരും പ്രചാരണത്തിനിടയ്ക്ക് കോമാളിത്തരങ്ങൾ കാണിച്ചു. ഈ കാൻഡിഡേറ്റ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വോട്ടെടുപ്പ് അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്കൊരു കോമാളിത്തരമല്ല. ഭരണകർത്താക്കൾക്കോ പ്രതിപക്ഷത്തിനോ എതിർ പാർട്ടിക്കാർക്കോ അതൊക്കെ കോമാളിത്തരമായിരിക്കും. കൈയിട്ടുവാരലും ജനങ്ങളെ കളിയാക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് സഹിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന
ഒരു പറ്റം ജനങ്ങൾക്ക് ഇതൊരിക്കലും ഒരു കളിയോ കോമാളിത്തരോ അല്ല. അവരുടെ ജീവിതമാണ്, അവരുടെ സമൂഹമാണത്, അവരുടെ പ്രതീക്ഷയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഒരു ജനനായകൻ അല്ലെങ്കിൽ നായകന്മാരോ നായികമാരോ എന്ന് പറഞ്ഞ ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ഓരോ വട്ടത്തെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ്, അതായത് തൊട്ട് മുൻപിരുന്ന് നാട് ഭരിച്ചു മുടിപ്പിച്ച പാർട്ടിയെ പ്രാഗിക്കൊണ്ട് ഇനിയൊരു നല്ല പച്ചപ്പ് വരും, ഇനിയൊരു നല്ല കാലം വരുമെന്ന് പറഞ്ഞാണ് ഓരോ കേരളീയനും പോയി വോട്ട് ചെയ്യുന്നത്. എനിക്ക് നിർഭാഗ്യവശാൽ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്, നമുക്കൊക്കെ നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാതെ കുറേയധികം ഒരു പറ്റം സെലിബ്രിറ്റികൾ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു 60% സെലിബ്രിറ്റികളും ഇതെന്തോ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ അവരുടെ സീരിയലോ അല്ലെങ്കിൽ അവരുടെ ബിഗ് ബോസോ സിനിമയോ എന്തോ എന്ന രീതിയിലാണ് പ്രചരണത്തിനിറങ്ങി നടന്നത്. ഇത് അവരെത്രമാത്രം ഇതിനെ സീരിയസ് ആയിട്ട് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. അക്കൂട്ടത്തിൽ ഒരുവൻ കൂടിയാണ് ഈ അഖിൽ മാരാർ എന്ന് പറയട്ടെ. അദ്ദേഹം ആ ലാസ്റ്റത്തെ പ്രചരണ വേളയിൽ കാണിച്ച കോമാളിത്തരമൊക്കെ അദ്ദേഹം എന്താണ് ധരിച്ചിരിക്കുന്നത്? ഏഷ്യാനെറ്റിന്റെ അവാർഡ് നിശ്ചയമായിട്ടാണോ അദ്ദേഹം രാഷ്ട്രീയ പ്രചാരണത്തെ കണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും അഖിൽമാരെ ഇതിന് മറുപടി പറയേണ്ടതാണ്. അദ്ദേഹം കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങൾ ആ പ്രചാരണത്തിനിടയ്ക്ക് ഒരു രാഷ്ട്രീയം, സത്യം പറഞ്ഞാൽ പരമ്പരാഗത പൊളിറ്റീഷ്യന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഈ പരമ്പരാഗതമായിട്ട്, അതായത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും വാട്ടവർ, മുസ്ലിം ലീഗ് ആയാലും കാലങ്ങളായിട്ട് അവർ മത്സരിച്ചുകൊണ്ട് മുൻനിരയിലേക്ക് എത്തുന്ന വില്ലനോ ദുഷ്ടനോ നായകനോ പ്രതിനായകനോ ആയിക്കോട്ടെ, പക്ഷെ അവരാരും ഈ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ ഇന്നേ വരെ കാണിച്ചതായിട്ട് അറിവില്ല കേരള ജനതയ്ക്ക്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരള ജനത പ്രചാരണത്തിലേക്ക് കോമാളിത്തരങ്ങൾ കാണിച്ചതും പരിഹാസ്യപാത്രമായി മാറിയതും ഈ സെലിബ്രിറ്റികളാണ്. സത്യം പറഞ്ഞ സെലിബ്രിറ്റികളെ ഇറക്കിയതോർത്ത് ഇന്ന് ഒരു പക്ഷേ അതാത് രാഷ്ട്രീയ പാർട്ടികൾ ദുഃഖിക്കുന്നുണ്ടാവും. അത് തന്നെ അതിൽ ഏറ്റവും മുൻപന്തിൽ നിന്നൊരാളാണ് അഖിൽ മാരാർ. എല്ലാവരെയും ഞാൻ പറയത്തില്ല, കുറച്ചുപേര് വളരെ മെച്ചുവറായിട്ട് മത്സരിക്കാൻ നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. താൻ വളരെ മെച്ചുവറാണെന്നും താൻ വലിയ മിച്ചറാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അഖിൽ മാരാർ. പിന്നെ ലോകത്തുള്ള സകല എന്നെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല, എവിടെയോ അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട കഥകളും അദ്ദേഹം ക്രെഡിറ്റ് കാർഡ് എടുത്ത് അടയ്ക്കാൻ പറ്റാത്ത കഥകളും ഒക്കെ പറഞ്ഞ് പിന്നീട് വലിയ പണക്കാരനായ കഥയൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ഞാൻ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നടാ. അഹങ്കാരത്തിന് പുറത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന കാശൊക്കെ അദ്ദേഹം നേരെ ഈ പറയപ്പെടുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് നാട്ടുകാരെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണ് മഞ്ഞളിപ്പിച്ചു കളഞ്ഞു. താനെന്ന വ്യക്തിയിൽ നിന്ന് അദ്ദേഹം എവിടെയോ ദൂരേക്ക് ഓടിമാറിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ അമ്മ എന്ന് പറഞ്ഞ സത്യം, പ്രസവം എന്ന് പറഞ്ഞ ഒരു ഫാക്റ്റ്, അതായത് ഒരു പഴഞ്ചൊല്ലാണോ എന്ന് എനിക്കറിയില്ല, പണ്ടൊരാൾ എന്നോട് പറഞ്ഞതാണ്, ആരോ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, പ്രസവം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം എന്ന് പറയുന്നത് പുരുഷൻ ഉന്മാദവും സ്ത്രീക്ക് വേദനയുമാണ് എന്നുള്ളത്. കാരണം എല്ലാ പ്രാവശ്യവും ഈ പറയപ്പെടുന്ന സ്ത്രീയും പുരുഷനും എല്ലാ പ്രാവശ്യവും സംഗമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ബീജം അതിനകത്ത് കയറുന്നത്. പക്ഷേ ആ സമയത്ത് സ്ത്രീ അനുഭവിക്കുന്ന വേദനയാണോ സുഖമാണോ? മോസ്റ്റ് പ്രോബബ്ലി സയൻസ് പറയുന്നത് 90%, ഓൾമോസ്റ്റ് 90% സ്ത്രീകൾ ഒരു പക്ഷേ വേദനയിലായിരിക്കാം. ആ വേദന പക്ഷെ പുരുഷൻ ഒരിക്കലും വേദന അനുഭവിക്കുന്നില്ല ആ കേസിൽ. അപ്പോൾ അതുകൊണ്ട് അവിടം തൊട്ട് തുടങ്ങുകയാണ് സ്ത്രീയുടെ വേദന എന്ന് പറയുന്നത്. ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് പുരുഷന് സുഖവും സ്ത്രീക്ക് വേദനയുമാണ്. അത് അഖിൽ മാരാർക്ക് അറിയാത്തതാണോ അതോ അറിയില്ല എന്ന് നടിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിന് മറുപടി അഖിൽ തന്നെ പറയുക. കാരണം അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതായത് ഇത് അല്ല. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ 2 മാസം മുമ്പ് കൊടുത്ത്, അദ്ദേഹം വന്ന് ന്യായീകരിച്ച് മെഴുകുന്നു, ഞാൻ 2 മാസം മുമ്പ് കൊടുത്ത വീഡിയോ ആണിത്, പക്ഷേ അതിൻ്റെ കുറച്ച് കഷ്ണങ്ങളാണ് വെട്ടി ഇവരിത് കാണിച്ചതെന്ന് പറയുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ മിസ്റ്റർ അഖിൽ, ഇത് അല്ല പറയുന്നത്, യുടെ സൗണ്ട് അല്ല, മിസ്റ്റർ അഖിൽ മാരാരുടെ പ്യോർ വോയിസ് ആണ് അത് കാണിക്കുന്നത്. അഖിൽ മാരാർ എന്ന വ്യക്തിത്വം ഒരു സോഫ സെറ്റിൽ ചാരിയിരുന്നു കൊണ്ട് വളരെ പുച്ഛഭാവത്തിൽ പണ്ടത്തെ അമ്മമാരെല്ലാവരും വളരെ ഈസി ആയിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യം, അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം അവർ വന്ന് അരി അടിച്ചിരുന്ന കാര്യമൊക്കെ വളരെ ആഹവത്തോടു കൂടി പറഞ്ഞിരുമ്പോൾ, ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ പറയപ്പെടുന്ന പോലെ പ്രസവം സുഗമമാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്നിവിടെ ഉണ്ടെങ്കിലും വേദന എന്നും വേദന തന്നെയാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്നും കോംപ്ലിക്കേഷൻസ് തന്നെയാണ്. എൻ്റെയൊക്കെ കാരണവന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിയുമ്പോൾ അതായത് രണ്ടും രണ്ടായാൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. സ്ത്രീ ആ കുട്ടിയും അമ്മയും പുറത്തേക്ക് വന്ന് അവർ രണ്ടുപേരും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മാത്രമാണ് സമാധാനം കിട്ടുന്നത്. ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വേദനാജനകമാണ്. അതായത് സുഖപ്രസവം എന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ, ആരായാലും, അത് ഈ അഖിലിൻ്റെ ഭാര്യ ആയാലും പുറത്തുള്ള ഏത് സ്ത്രീ ആയാലും ഈ ഞാൻ ഉൾപ്പെടെ ആയാലും പ്രസവം ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഗർഭം ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാലം തൊട്ട് അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും ഹോർമോൺ ചേഞ്ചസും, കാലുവേദന, നടുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന അസഹ്യമായ വേദന,
പിന്നെ ഈ പറഞ്ഞ പോലെ ഛർദില്, മൂഡ് സ്വിങ്സ്, അത് കഴിഞ്ഞിട്ട് പ്രസവത്തോട് അടുക്കുമ്പോൾ അനുഭവിക്കുന്ന യാതനകൾ, ടെൻഷൻസ്, അത് കഴിഞ്ഞ് ആ കുഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ ആ സ്ത്രീ അനുഭവിക്കുന്ന, എവിടേക്കോ ഞാൻ സയൻസിൽ വായിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ എല്ലുകളൊന്നും, അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എത്രയോ എല്ലുകൾ നുറുങ്ങി പൊടിയുന്ന വേദനയാണ് ഒരു പ്രസവം എന്ന് പറയുന്നത്. ഇതൊന്നും അഖിൽമാരെവിടെയും വായിച്ചിട്ടില്ലേ? പിന്നെ നിങ്ങൾ എവിടുത്തെ വായനക്കാരനാണോ, എവിടുത്തെ അറിവുള്ള മനുഷ്യനാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന ഈസ് ഈക്വൽ ടു അവരുടെ 525 എല്ലുകൾ ഒടിയുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. എൻ്റെ അറിവ് തെറ്റിയെങ്കിൽ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ ഒരു ഏകദേശം ഞാൻ എവിടെയോ വായിച്ചറിഞ്ഞൊരു സയന്റിഫിക് ജേർണൽ വായിച്ചപ്പോൾ കിട്ടിയ ഒരു അറിവാണ് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ്. അത്രയും വേദന ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ട് പ്രസവത്തിൽ. എന്നിട്ട് താങ്കൾക്ക് എങ്ങനെയാണ് സുഖപ്രസവം എന്ന് നമ്മളിപ്പോൾ അല്ല, കുഞ്ഞിന് പിന്നെ അമ്മ സുഖപ്രസവമായിരുന്നു എന്ന് പലരും കൊളോക്കിയലായിട്ട് പറയാറുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ അദ്ദേഹം വാലോടുകൂടി ചേർത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പല അമ്മമാരും പണ്ട് അരി അടിച്ചിരുന്നത് പ്രസവത്തിന് ശേഷമാണ്. അതായത് 1 മണിക്കൂർ 2 മണിക്കൂർ ശേഷം വരെ അരി അടിച്ച് അവലൂസുണ്ട് ഉണ്ടാക്കി കഴിച്ചിരുന്നു എന്നാണ് മാരാർ പറഞ്ഞത്. ലജ്ജയില്ലേ നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്നുണ്ടല്ലോ, എനിക്കെതിരെ ആരൊക്കെയോ പ്രവർത്തിക്കുന്നു, പിന്നെ ലൈവിൽ വന്ന് ചീത്ത വിളിക്കുന്നു, കുറേ ഗൈനക്കോളജിസ്റ്റിനെ ചീത്ത വിളിക്കുന്നു, കുറേ ആശുപത്രികളെ ചീത്ത വിളിക്കുന്നു, കുറേ ബ്ലോഗർമാരെ ചീത്ത വിളിക്കുന്നു. മിസ്റ്റർ മാരാർ, നിങ്ങൾക്ക് എന്ത് തോന്നിയവാസവും പറയാം. നിങ്ങൾ എല്ലാം കാണിച്ചാൽ ആഹാ, ഞങ്ങൾ ജനങ്ങൾ കാണിച്ചാൽ ഓഹോ. ഇത് എവിടുത്തെ ന്യായമാണ് മിസ്റ്റർ?